25 രൂപയ്ക്കും അടിപൊളി ഷാർജ. ഒന്ന് ഞെട്ടിയല്ലേ? നിങ്ങൾ കുടിച്ചതിന് ശേഷം കൊള്ളൂലെങ്കിലും അഭിപ്രായം പറയണം, കൊള്ളാമെങ്കിലും അഭിപ്രായം പറയണം. ഇവിടെ മിനി ഷാർജ പറഞ്ഞ സാധനമുണ്ട്, 25 രൂപയുള്ളത്. നല്ല ഷേക്കാണ് ഇവിടുത്തെ, അതുകൊണ്ട് ഞാൻ എന്നും വരും ഇവിടെ ഒന്ന് കഴിക്കാൻ. തിരക്ക്, നല്ല തിരക്കാണ്. എപ്പോഴും രാത്രി 2 മണി കഴിഞ്ഞാലും ഇവിടെ നല്ല തിരക്കാണ്. ചേട്ടാ അപ്പൊ സൂപ്പറാണ്, പറയാനൊന്നുമില്ല നിങ്ങൾക്ക്. ഞങ്ങളുടെ ഈ ഇതൊക്കെ കണ്ടു, പക്ഷെ അത് ഒരു ലേബിള് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ആഡ് ചെയ്യുന്നത് വേറെ ഒരു സംഭവമാണ്. നാലും കൊള്ളാം. ഞങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം വേണ്ടി പറയാൻ പറ്റില്ല, അത്രക്കും അടിപൊളിയാണ്. നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളരെ ആശ്വാസം കിട്ടുന്ന സമ്മർ സമയത്തായാലും എപ്പോഴായാലും നല്ല നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഷേക്കാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കൂടുതൽ ഷേക്ക് കുടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ പറയുന്നത്. ഫാമിലിക്ക് എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. ഇവിടെ രാത്രി 2-3 മണി വരെ ഇവിടെ കട ഉണ്ടാകും. 25 രൂപയ്ക്കും അടിപൊളി ഷാർജ. ഒന്ന് ഞെട്ടിയല്ലേ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്തെ കരമനയിൽ. 25 രൂപ മാത്രം മതി. കയ്യിൽ 25 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു അടിപൊളി ഷാർജ കുടിക്കാം. ഭീമ ബേക്കേഴ്സ് ആണ് സ്ഥലം. നമുക്ക് ഈ കടയിലെ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, 25 രൂപയ്ക്കാണ് ഇവിടെ ഷാർജ കൊടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? എന്താണ് കൂട്ടെന്താണ് ഇതിൻ്റെ ഇതിൽ ചേർക്കുന്നത്? ഇത് ചെയ്യുന്നത് പാല്, പഴം, പഞ്ചസാര, വിന്നർ പൗഡർ, കപ്പലണ്ടി, വാനില പൗഡർ, ഇതെല്ലാം ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യണുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പം എല്ലാവരും ഞങ്ങളെ വന്ന് കുടിക്കാറുണ്ട്. എല്ലാ ഫാമിലി മെമ്പേഴ്സ്, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ എല്ലാവരും വന്ന് കുടിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും പുതിയൊരു പാൽ സർവത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പറയുന്നു. കുടിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി. അത്രക്കും അടിപൊളിയാണ് ശരിക്കും. അപ്പം ആദ്യം ഏതാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു തരാം. വെറൈറ്റി എന്താണ് ഇവിടുത്തെ വെറൈറ്റി? ഇവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഓഫ് 3 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇവിടെ. അവക്കാഡോ, പിന്നെ ഈത്തപ്പഴം, പിന്നെ അതിനകത്തുനിന്ന് പാല്, പഞ്ചസാര, വാനില പൗഡർ, അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് അത് എടുത്ത് കാണിച്ചു. ടേസ്റ്റ് ഓഫ് 3 എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഞങ്ങൾ ഇടുന്നത് അവക്കാഡോ, ഈത്തപ്പഴം, വാനില പൗഡർ, ഈ 6 ഐറ്റംസ് അല്ലേ? നമ്മൾ ആദ്യം ഫ്രോസൺ മിൽക്ക് ഇടും, കട്ടിപ്പാൽ. അതിനുശേഷം ഞങ്ങൾ അതിനകത്ത് ജ്യൂസ് പാൽ ആഡ് ചെയ്യും. അപ്പോൾ റെഡിയായി വരുന്നുണ്ട്. കുടിക്കാനുള്ള ഒരു ത്രില്ലിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നോക്കാം. റെഡിയായോ? ഇതിൻ്റെ രഹസ്യം ഇത് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞു. കുടിച്ച് നോക്കിയിട്ട് ഞാൻ തന്നെ പറയാം. അത് ഇത് മേടിയും. അത് ഗ്ലാസ്സിൽ മാത്രമേ ആഡ് ചെയ്യൂ, അതിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് അപ്പോൾ അവക്കാഡോ ഷേക്ക്. നമുക്ക് കുടിച്ച് നോക്കാം. സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇതാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സത്താർ, ഭീമ ബേക്കേഴ്സ് ആണ്. സത്താർ ചേട്ടൻ്റെ സ്പെഷ്യൽ അവക്കാഡോ ഷേക്ക്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും പിന്നെ കോളേജ് കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രം ഇത് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. 25 രൂപയ്ക്കാണ് നമ്മൾ ഷാർജ കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലാവരും കൂടെ, എല്ലാ ഫാമിലിക്ക് എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. ഇവിടെ രാത്രി 2-3 മണി വരെ ഇവിടെ കട ഉണ്ടാകും. അത് ഞങ്ങളുടെ സ്പെഷ്യലാണ് ഈ ഷാർജ. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട് സർബത്തുണ്ട്, പാൽ സർബത്തുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു.
പൗഡർ, ചോക്ലേറ്റ്, പീനട്ട്, ഞാലിപ്പൂവൻ പഴം, പാല്, പഞ്ചസാര. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഉണ്ട്. ചേട്ടനോട് ഷെയ്ക്ക് കുടിക്കാൻ വന്നെയാണോ? ആ നല്ല ഷേക്കാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കൂടുതൽ ഷേക്ക് കുടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ അടുത്താണ് എൻ്റെ കട, ഓപ്പോസിറ്റാണ്. ഇവിടെ അടുത്താണോ വീട്? ആ ഓപ്പോസിറ്റാണ് കട. 25 രൂപേൻ്റെ ഷേക്ക് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്, കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ കസ്റ്റമർ ആണോ എപ്പോഴും ഇവിടെ വരാറുണ്ട്? സ്ഥിരം കസ്റ്റമറാണ്, എപ്പോഴും വരാറുണ്ട്. ചേട്ടൻ കുടിക്കാൻ വേണ്ടി വന്നതാണോ? ആ സ്ഥിരം വരാറുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളരെ ആശ്വാസം കിട്ടുന്ന സമ്മർ സമയത്തായാലും എപ്പോഴായാലും നല്ല നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോൾ വന്നാലും നമുക്ക് അറിയുന്ന രീതിയിൽ ചെയ്തു തരുന്ന നിൽക്കാമാരാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും. ചേട്ടൻ്റെ പേരെന്താണ്? ശിവരാജ്. ഇവിടെ അടുത്താണോ വീട്? ഇവിടുത്തെ കരമനയാണ്. ഇവിടെ തിരക്കാണ്. എപ്പോഴും തിരക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്ത് നമ്മൾ നിന്നാൽ പോലും നമ്മളെ നന്നായിട്ട് കൺസിഡർ ചെയ്ത് നല്ല കസ്റ്റമറെ നന്നായിട്ട് വാല്യൂ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പെരുമാറ്റം. എല്ലാവരും നല്ല അഭിപ്രായമാണ് സത്താറിയേട്ടൻ്റെ ഈ ഷെയ്ക്കിനെ പറ്റി പറയുന്നത്. എന്തായാലും ഞാൻ കുടിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അടിപൊളിയാണ്. വെറുതെ അല്ല ഇവിടെ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കൂടി നിന്ന് സാധനങ്ങൾ ഷെയ്ക്ക് വാങ്ങാനുള്ളൊരു കാരണം. 3:30 മണിക്ക് ശേഷമാണ് ഇവിടെ തിരക്ക് വരുന്നത്. അത് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും. 25ൻ്റെ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയാണോ? 25ൻ്റെ ഷെയ്ക്കാണ് അവരുടെ പ്രധാനം. ഷാർജ ഷേക്ക് കുടിക്കാൻ തന്നെയാണ് അവർ വരുന്നത്. പിന്നെ പാൽ സർവത്തുണ്ട്. അടുത്തത് നിങ്ങൾക്ക് പാൽ സർവത്തും കൂടെ എടുത്ത് കാണിച്ചു തരും. ഇപ്പോഴും ചിലപ്പം ഇതാണോ അതാണോ എന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ വരും. ഇപ്പം കുടിച്ചിട്ട് എനക്കെന്നെ കൺഫ്യൂഷൻ ആകുന്നൊരു രീതിയിലായിരിക്കും അല്ലേ? അപ്പം അത്രക്കൊരു വെറൈറ്റിയാണ് ഇവിടുത്തെ ഒരു. ഇതാണ് ഞങ്ങൾ 25 രൂപയ്ക്ക് കൊടുക്കുന്ന ഷാർജ. ഇത് ചോക്ലേറ്റ് ആണ്. ഇതാണോ പാൽ സർബത്താണോ ബെറ്റർ ആണോ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. ശരി, അപ്പോൾ 25ന് നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിച്ചു വെക്കാം. അടിപൊളി, പറയാൻ വാക്കുകളൊന്നുമില്ല. സത്താറേട്ടൻ്റെ ഈ ഒരു ഷെയ്ക്ക് അടിപൊളിയാണ്. കൊള്ളാം ചേട്ടാ, അപ്പം സൂപ്പറാണ്, പറയാനൊന്നുമില്ല നമുക്ക്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല, സീക്രട്ട് ആയിരിക്കും അല്ലേ? സാധാരണ എല്ലാ കടയിലും പോയാൽ അങ്ങനെയാണ്, പറയില്ല എന്താണ് രഹസ്യം. ഞങ്ങളുടെ ഈ ഇതൊക്കെ കണ്ടു, പക്ഷെ അത് ഒരു ലേബിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ആഡ് ചെയ്യുന്നത് വേറെ ഒരു സംഭവമാണ്. പറയില്ല. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നിലനിൽപ്പ് തന്നെ ബാധിക്കും. ശരി, എല്ലാ കടകളിലും അങ്ങനെ തന്നെയാണ്, പറയില്ല എന്താ ഒരു സീക്രട്ട് കൂട്ടിച്ചേർക്കുന്നത്. ഞങ്ങളുടെ ഒരു സീക്രട്ട് ഉണ്ട്, അത് മേഡത്തിന് ഈ രീതിയിൽ പറഞ്ഞു തരൂല, അല്ലാതെ പറഞ്ഞു തരും. തറിയേട്ടൻ്റെ ഈ ഒരു കടയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഷേക്ക് കുടിക്കാൻ വേണ്ടി, സ്പെഷ്യൽ ഷേക്ക് കുടിക്കാൻ വേണ്ടി. നമുക്ക് കസ്റ്റമേഴ്സിനോട് ചോദിച്ചു നോക്കാം. എന്താണ് സത്താറേട്ടൻ്റെ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എപ്പോഴും വരുന്ന കസ്റ്റമറാണോ? ഫസ്റ്റ് ടൈം ആണോ? സൂപ്പറാണല്ലേ? ചേട്ടൻ എന്താണ് പറയുന്നത്? സൂപ്പറാണ്. എന്താണ് പേര്? പേര് സുജിത്ത്. ഹലോ, എന്താണ് പറയാനുള്ളത് സത്താറേട്ടൻ്റെ ഷേക്കിനെ പറ്റി? സീൻ സാധനമാണ്, പൊളിയാണ്. എപ്പോഴും വരുന്നതാണോ? അതെ അതെ. സ്കൂൾ സ്റ്റുഡൻസ് ആണോ? കോളേജാണ്. ആണോ? എന്താണ് പറയാനുള്ളത്? നല്ല ഷാർജ. ആണോ? ഇവിടെ എപ്പോഴും വരാറുണ്ടോ? എപ്പോഴും വന്ന് ഏത് തരം ഷേക്കാണ് ട്രൈ ചെയ്യുന്നത്? ഇവിടെ മിനി ഷാർജ പറഞ്ഞ സാധനമുണ്ട്, 25 രൂപ ഉള്ളത്. 25 രൂപ അതാണ് ട്രൈ ചെയ്യുന്നത്. കൊള്ളാല്ലേ? അതെ. എന്തായാലും കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായമാണ്, അടിപൊളിയാണെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങൾ എന്നും വാങ്ങി കഴിയും. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. ഞാനും ചേച്ചിയുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഈ ചേച്ചിയുടെ മോൻ്റെ ആരെ കടയും കൂടെയാണിത്. ആണോ? ആണ്. ചൂട് കാലത്തൊക്കെ നമുക്ക് പൈസ കുറവിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. നല്ല എപ്പോഴും ഞങ്ങൾ വരാറുണ്ട്. എന്നും വരാറുണ്ട് ഇവിടെ.
എൻ്റെ മോൻ്റെ കടയാണ്. എൻ്റെ പേര് ഷാഹിദ. മോന്റെ കടയാണോ? മോൻ്റെ കടയാണ്. എന്താണ് മോന്റെ ഷേക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നല്ല ഷേക്കാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ എന്നും വരും ഇവിടെ ഒന്ന് കഴിക്കാൻ. തിരക്കാണ് ഇവിടെ. ഞാൻ തിരക്ക് നല്ല തിരക്കാണ്. എപ്പോഴും രാത്രി 2 മണി കഴിഞ്ഞാലും ഇവിടെ നല്ല തിരക്കാണ്. റോഡിലെല്ലാം നല്ല വണ്ടിയും തിരക്കും എല്ലാം ഇവിടെ. ഇത്രയും കുറവിൽ ഇതുവരെ ഷാർജ ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, അതാണ് ഒന്ന് കുറഞ്ഞ വിലയിൽ ഷാർജ ഓടിക്കാൻ നല്ല തിരക്കാണ്. ചേട്ടാ, അടുത്ത് എന്താണ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ട്രൈ ചെയ്യാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പാൽ സർവത്ത്. അപ്പൊ ചേട്ടന്റെ പാൽ സർവത്ത്, സ്പെഷ്യൽ പാൽ സർവത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ 3 ഇപ്പോൾ ഉണ്ടാക്കിയത്. എല്ലാവരും മണക്കാടുള്ളവർ വരെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കുടിച്ചിട്ട് തീരുമാനം പറഞ്ഞു. ചേട്ടൻ 3 ഷേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. മണക്കാട് ആൾക്കാരൊക്കെ ഇതിലെ ആരാധകരായി മാറി. ചേട്ടനെ സത്താറേട്ടൻ്റെ ആരാധകരായി മാറി. നമ്മളിപ്പോൾ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പാൽ സർവത്ത് ഒന്ന് നോക്കാം. പിന്നീട് ചെയ്യുന്നത് കുറച്ച് കട്ടപ്പാലാണ്. ഇത് ഫ്രോസൺ മിൽക്കാണ്. ഇതും കുറച്ച് ഇതിനകത്തൂടെ ആഡ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ് ഈ സ്പെഷ്യൽ സർവത്ത്. സ്പെഷ്യൽ സർവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി മാത്രം, പാൽ സർവത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്ന സർവത്താണ്. ഓ, എല്ലാവരും അവകാശങ്ങൾ പറയും. അതിനു മുമ്പ് ഇതിനൊരു കണക്കുണ്ട്. ഒരു കവർ പാലിന് ഇത്രയാണ് കണക്ക് എന്നുള്ള കണക്ക്. അതിൽ കൂടിയാലും കുറഞ്ഞിരുന്നാലും ടേസ്റ്റുകൾ വ്യത്യാസം വരും. ഒരു കവർ പാലിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയാണ്. എപ്പോഴും നമ്മൾ കട്ടപ്പാലും കൂടെ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയും കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യും. ഇത് ഇങ്ങനെ വെച്ച് ഒന്ന് ഇത് ഒരു മിനിറ്റോ അത്രയൊക്കെ മതിയോ. ഇത് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സർവത്തായതുകൊണ്ടിട്ട് മാത്രമാണ് ഞങ്ങളിത് പേരെടുത്ത് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സർവത്താണ് ഇത്. ഒരു വലിയ ഗ്ലാസ്സിന് 30 രൂപയും ഞങ്ങൾ ഇപ്പം തന്നെ ചെറിയ ഗ്ലാസ് ഞങ്ങൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതിനൊരു 15 രൂപ. ചെറിയ ഗ്ലാസ് വരുന്നത് ഈ ഗ്ലാസ് ആയിരിക്കും. അതിനകത്ത് വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നറുനണ്ടിയുടെ സ്പെഷ്യലാണ് അത്. പിന്നെ നമ്മളുടെ കസ്കസ എന്ന് പറയുന്ന സാധനം ഞങ്ങളിതാ ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത് നിങ്ങൾ കുടിച്ചതിന് ശേഷം കൊള്ളൂലെങ്കിലും അഭിപ്രായം പറയണം, കൊള്ളാമെങ്കിലും അഭിപ്രായം പറയണം. ഞങ്ങൾക്ക് ഇത് രണ്ടിനും ഒരു കുഴപ്പമില്ല. അപ്പം ചേട്ടൻ്റെ പാൽ സർബത്താണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അടിപൊളി, കൊള്ളാം. എനിക്ക് 3-ൽ ഏതാണെന്നൊന്നും പറയാൻ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. 3 സൂപ്പറാണ്. ചേട്ടൻ എന്തായാലും കൊള്ളാം. അപ്പോൾ അടുത്തായിട്ട് സത്താറിയായിട്ട് നമുക്കിവിടെ ഉണ്ടാക്കി തരാൻ പോകുന്നത് എന്തായിരുന്നു? ഫ്രൂട്ട് സർബത്താണ്. നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ചേട്ടൻ ഉണ്ടായിക്കോളും. എന്തൊക്കെയാണ് ഇതിലെ? ആദ്യം ഫ്രൂട്ട് സർബത്തിലേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി സ്കോഷ് ഫസ്റ്റിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തണ്ണിമത്തൻ, പൈനാപ്പിള്, പിന്നെ ആപ്പിള്, മുന്തിരിങ്ങ, അങ്ങനെയുള്ള 7 ഫ്രൂട്ട്സുകൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഞാൻ നേരത്തെ ചെയ്തതുപോലുള്ള ഷാർജല്ല. ഇതിനകത്ത് പാല്, പഴം, പഞ്ചസാര, പിന്നെ വാനില പൗഡർ, പിന്നെ ഞങ്ങളുടെ ഒരു ട്വിസ്റ്റ്. അതാണ് ഈ ഷാർജയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പുറത്ത് 25 രൂപയ്ക്ക് ഷാർജയോ അതിലൊന്നും ഈ റെസിപ്പിയൊന്നും വരില്ല. ഇത് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ഇതാണ് അവസാനമൊക്കെ ഉണ്ടാക്കിയ
ഉണ്ടാക്കിയ ഫ്രൂട്ട് സർബത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. 4 ഇപ്പം നമ്മൾ ചേട്ടൻ നമുക്ക് ഉണ്ടാക്കി തന്നത്. 4 കൊള്ളാം. ഞങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ എന്നാൽ ഇഷ്ടപ്പെട്ട ഒരൈറ്റം വേണ്ടി പറയാൻ പറ്റില്ല, അത്രക്കും അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ 25 രൂപയുടെ ഷേക്ക് എന്ന് പറയുന്നത്. കുട്ടികളെല്ലാം ഇതിൻ്റെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴും ഇവിടെ തിരക്കാണ്. നമ്മൾ പോകുമ്പോഴൊക്കെ കാണാൻ കഴിയും ഇവിടെ ഈ ഒരു കടയിലുള്ള തിരക്ക്. അപ്പം ചേട്ടാ അടിപൊളിയാണ്. എന്താണ് ഈ രഹസ്യം എന്നാലും ഇപ്പോൾ നമ്മളോട് പറയില്ലല്ലേ? ഇത് അവസാനത്തെ അതിൽ ആഡ് ചെയ്യുന്ന രഹസ്യം ഷാർജയിലും മറ്റേ നമ്മളെ ഫ്രൂട്ട് സർബത്തിന് കൊടുക്കുന്ന ഷാർജയിലും ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തില്ല. കാരണം ക്യാമറ ഇല്ലാണ്ട് എന്നോട് പറയുമോ? അത് പറയാം, പക്ഷെ നിങ്ങളത് പുറത്ത് പറയരുത്. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരം കരമനയിലെത്തുന്ന ഒരാളും ഈ ഒരു ഭീമ ബേക്കേഴ്സിൽ കയറാതെ പോകരുത്. അത്രയ്ക്കും അടിപൊളിയാണ് ഈ 4 ഷേക്കും. എനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം മനശ്വര വിസ്മയാനു, തിരുവനന്തപുരം.